2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരും ഉത്തരം പറയുന്ന ഒരു പേര് മാത്രമാണ്. അത് കെ ശൈലജ. ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടായി. മഹാമാരി ലോകം മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ LDF സർക്കാർ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മൾ പിന്നീടാണല്ലോ അറിഞ്ഞത് ഈ PR വർക്കിലൂടെയാണ് ഇവർ കാര്യങ്ങളെല്ലാം നേടി എന്നുള്ളത്. കോവിഡിനെ ഞങ്ങൾ വരിഞ്ഞു മുറുക്കി. MA ബേബിയുടെ സൈദ്ധാന്തിക പ്രഭാഷണം കേട്ടപ്പോൾ കോവിഡ് എല്ലാം തന്നെ കേരളത്തിൽ നിന്ന് അകന്നുപോയി. ഇങ്ങനെയൊക്കെയാണ് ഇവർ താഴെ തട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു വെച്ചത്. ഈ ദിവസവും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നുകൊണ്ടിരുന്നത് കെ ശൈലജയാണ്. കെ ശൈലജയുടെ വാർത്താ സമ്മേളനം കേൾക്കാനായിട്ട് ജനങ്ങൾ ഒത്തുചേർന്നപ്പോൾ പിണറായി വിജയന് കാര്യങ്ങൾ മനസ്സിലായി, കൈവിടുന്നു എന്നുള്ളത്. അത് ക്രമേണ പിണറായി വിജയൻ ഏറ്റെടുക്കുകയും അതും ആ വാർത്താ സമ്മേളനവും ജനപ്രീതി നേടുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് 2021 വന്നപ്പോൾ കെ ശൈലജയെ മത്സരിപ്പിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോയി പാർട്ടിയല്ല പിണറായി വിജയൻ. പാർട്ടിയിൽ പലർക്കും അതിനോട് എതിർപ്പുണ്ടായി. പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിണറായി വിജയൻ ആധിപത്യം സ്ഥാപിച്ചു നിർത്തുന്നു. മറ്റൊന്ന് CPM ആണ്, കേഡർ സ്വഭാവമാണ്. അങ്ങനെ കെ ശൈലജയെ മത്സരിപ്പിക്കണ്ട എന്ന് തെറിച്ചപ്പോൾ പല ഭാഗത്തു നിന്ന് എതിർപ്പ് വന്നപ്പോഴാണ് മട്ടന്നൂരിൽ കൊണ്ടു നിർത്തിയത്. മട്ടന്നൂരിൽ നിന്ന് 2021 60,000-ലധികം വോട്ടിന്, ഏതാണ്ട് 61,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ വിജയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. പിണറായി വിജയന് പോലും ഈ ഭൂരിപക്ഷം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മട്ടന്നൂർ എന്ന് പറയുന്നത് പാർട്ടിയുടെ കേന്ദ്രമാണ്. അവിടെ ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കും. പക്ഷേ കെ ശൈലജയ്ക്ക് ആ സമയത്ത് കേരളത്തിൽ ഒരു വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. കെ ശൈലജ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 61,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന കെ ശൈലജയെ അവിടെ മാറ്റിയിരുത്തി. എന്നിട്ട് പത്തനംതിട്ടയിൽ നിന്ന് രണ്ടാമത് വിജയിച്ചു വന്ന, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആറന്മുള MLA ആയിട്ടുള്ള വീണ ജോർജിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കി മാറ്റുകയും ചെയ്തു. സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണ് 2016-ൽ. 2021-ലും ആറന്മുളയിൽ നിന്ന് വിജയിച്ചു. ഇതിനിടയ്ക്ക് 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ തവണ സഭയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ പിണറായിയുടെ ഗുഡ് ബുക്കിൽ കയറിയ വീണ ജോർജിന് മന്ത്രി പദവി കൊടുത്തു. കെ ശൈലജയെ മാറ്റിയിരുത്തുകയും ചെയ്തു. കെ ശൈലജ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് പലരും മനസ്സിൽ കണ്ടു തന്നെയാണ്. കേരള ജനത ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ 2026-ലേക്ക് വരുമ്പോൾ കെ ശൈലജയ്ക്ക് ആദ്യം സീറ്റ് കൊടുക്കുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തി. കെ ശൈലജ നമുക്കറിയാം 2006-ൽ പേരാവൂരിൽ നിന്നാണ് വിജയിക്കുന്നത്. അന്ന് സണ്ണി ജോസഫിനെയാണ് പരാജയപ്പെടുത്തിയത് 9,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തില്. സണ്ണി ജോസഫിനെയല്ല, കോൺഗ്രസിലെ AD മുസ്തഫയാണ് പരാജയപ്പെടുത്തിയത്. പിന്നീട് 96-ലും 2010-ലും കൂത്തുപറമ്പിൽ നിന്ന് വിജയിക്കുന്നു. 2011-ൽ വന്നിട്ട് കെ ശൈലജ പേരാവൂരിൽ പരാജയപ്പെടുകയാണിത്. മണ്ഡല രൂപീകരണത്തിന് ശേഷം സണ്ണി ജോസഫ് അവിടെ നിന്ന് വിജയിക്കുന്നു. ശൈലജ 2011-ൽ അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നു. 2021-ൽ മട്ടന്നൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്യുന്നു. 1996-ലും 2016-ലുമാണ് കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ചു വരുന്നത്. ഇരിട്ടി മുനിസിപ്പാലിറ്റി, ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്ത് എന്നിവ ചേരുന്നതാണ് പേരാവൂർ നിയമസഭാ മണ്ഡലം. ഇപ്പോൾ പേരാവൂരിലേക്ക് ശൈലജയെ വിട്ടിരിക്കുന്നത് എന്തിന്?
സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തി വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പേരാവൂര് മലയോര മേഖലയാണ്, കുടിയേറ്റ കർഷകരുടെ ഇടമാണ്. മലയോര മേഖലയും കുടിയേറ്റ കർഷകരും എന്ന് പറയുന്നത് അവിടെ കുറച്ച് ക്രൈസ്തവരുണ്ട്. അവരെല്ലാം തന്നെ ഏതാണ്ട് കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസിന്റെ കോട്ട തന്നെയാണ്. ആ കോൺഗ്രസിന്റെ കോട്ടയിലേക്ക് കെ ശൈലജയെ വിടുമ്പോൾ പാർട്ടി പറയുന്നത്, അതായത് പിണറായി വിജയൻ പറയുന്നത്, വേണമെങ്കിൽ ജയിച്ചു വരൂ, ജയിച്ചു കാണിച്ചതാ, അല്പം വിയർത്ത് ജയിച്ചു വരൂ എന്നാണ്. മട്ടന്നൂരിൽ പ്രശ്നമില്ല, നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി. പേരാവൂരിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? മട്ടന്നൂരിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി 26 പട്ടികയിൽ ഇടം നേടാതെ വന്നപ്പോൾ ശൈലജ തന്നെ അതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തി. കണ്ണൂരിലെ ചിലർ അതൃപ്തി രേഖപ്പെടുത്തി കെ ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കാത്തതിൽ. അങ്ങനെ വന്നപ്പോഴാണ് പിണറായി പറഞ്ഞത് പേരാവൂരിൽ പോകൂ, സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തി വരൂ. സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തി വരിക എന്നുള്ളത് എളുപ്പമല്ല എന്ന് കൃത്യമായിട്ട് പിണറായി വിജയനും അറിയാം, പാർട്ടിക്കും അറിയാം, കെ ശൈലജയ്ക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് വിട്ടു? ഇതിലൂടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കെ ശൈലജയെ ഒതുക്കിയിരുത്താൻ പോവുകയാണ്. പാർട്ടി പറഞ്ഞത് കൊണ്ടും മത്സരിക്കാതെ വേണമെങ്കിൽ മാറി നിൽക്കാം കെ ശൈലജയ്ക്ക്. പക്ഷേ അവിടെ തോൽക്കുകയോ ജയിക്കുകയോ അത് വേറെ കാര്യം. മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയിൽ ഒന്നുമല്ലാതെ ആകും എന്ന് കെ ശൈലജയുമായിട്ട് അടുപ്പമുള്ള ചില വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അത്തരത്തിലാണ്. അതും വേറൊരു തരത്തിൽ ഒതുങ്ങിപ്പോകുന്നതിന് തുല്യമാകും. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് കെ ശൈലജ അധ്വാനിക്കേണ്ടി വരും, നന്നായി വിയർക്കും. സണ്ണി ജോസഫിനെ അത്ര പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്നാമത്, ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിൽക്കുന്നു. 2, കേരളത്തിൽ പൊതുവെ ഒരു UDF തരംഗം ഉണ്ട്. 3, ഇത് മലയോര മേഖലയും ക്രൈസ്തവരുടെ ഒരു ഇടം കൂടിയാണ്, കോൺഗ്രസ്സുകാരുടെ ഒരു കോട്ടയുമാണ്. ആ കോട്ടയിൽ പോയി അവരെ തകർത്തിട്ട് അവരെ ഭേദിച്ച് വിജയിച്ചു വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അല്പം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എന്ന് പാർട്ടിക്ക് കൃത്യമായി അറിയാം. തളിപ്പറമ്പിൽ നോക്കൂ, എം വി ഗോവിന്ദൻ മാറി നിൽക്കുകയാണ്. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നു. പക്ഷേ എം വി ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്കാണ് അവിടെ മത്സരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നത്. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എൻ സുകന്യയെ പോലെയുള്ള മുതിർന്ന നേതാവ് നിൽക്കുന്ന ഇടത്താണ് PK ശ്യാമളയെ അവിടെ ഇറക്കിയിരിക്കുന്നത്. PK ശ്യാമളയുടെ ഒരു പ്രൊഫൈൽ അത്ര മികച്ചതൊന്നുമല്ല പാർട്ടിയിൽ. കെ ശൈലജ എവിടെ നിൽക്കുന്നു? ആ ശൈലജയുടെ അടുത്തെത്താനായിട്ട് ഈ ശ്യാമളയ്ക്ക് കഴിയുമോ? അപ്പോൾ ഭർത്താവ് മത്സരിക്കുന്നില്ലെങ്കിൽ ഭാര്യ മത്സരിക്കട്ടെ, ഭാര്യ മത്സരിക്കുന്നില്ലെങ്കിൽ ഭർത്താവ് മത്സരിക്കട്ടെ. ഇനിയിപ്പോൾ വിജയരാഘവൻ മത്സരിക്കുന്നില്ല, അപ്പൊ മന്ത്രി ബിന്ദു കൊച്ചമ്മയെ തന്നെ വീണ്ടും ഇരിങ്ങാലക്കുടയിൽ ഇറക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ ചിലരെയൊക്കെ ഒതുക്കി നിർത്തുക. ഇപ്പൊ മന്ത്രി ബിന്ദു കൊച്ചമ്മ വീണ്ടും ജയിച്ചു വന്നാൽ, LDF വന്നാലും മന്ത്രിയാക്കാതിരുന്നു കഴിഞ്ഞാലും അതൃപ്തി ഒന്നുമില്ല, ഒരു മൂലക്കിരിക്കും. അവരൊക്കെ തന്നെ പിണറായി വിജയന്റെ ചവിട്ടടിയിൽ നിൽക്കുന്നവരാണ്. കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വളർന്നു വരുന്ന പ്രസ്ഥാനത്തോളം വളർന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കെ ശൈലജയെ മനഃപൂർവ്വം തോൽപ്പിക്കാനും ഒരിടത്ത് മാറ്റിയിരുത്താനും വേണ്ടി പേരാവൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്നു. 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. എന്തായിരുന്നു അവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയല്ലേ നേരിട്ടത്? ഇത് തന്നെയായിരിക്കും പേരാവൂരിൽ കെ ശൈലജയെ നാണം കെടുത്താൻ തന്നെയാണ് അങ്ങോട്ടേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.